ഞാനൊരു മർമ്മം ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും പറയുന്നത് നിങ്ങളോട് പറയാൻ പോവാണ്. ഇവൻ 6 ചിറകും കൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നവൻ. നമ്മളെ കൂട്ടൊന്നും അല്ല, ഭയങ്കര സംവിധാനമായിരുന്നു. 2 കൊണ്ട് കാല് മറയ്ക്കും, 2 കൊണ്ട് മുഖം മറയ്ക്കും, 2 കൊണ്ട് പറന്ന് നിന്നാരാധിക്കും. സ്തോത്രം. അകത്ത് അഹങ്കാരം ഉണ്ടായപ്പോൾ ഒറ്റ വെട്ടിന് 6 ചിറകും പോയി. ഒരല്ലേ പറഞ്ഞേ, 6 ചിറക് പോയവൻ ഈ ഈയലിൻ്റെ ചിറക് പോയിട്ട് കിടന്ന് എഴയുന്ന പോലെ അന്ന് തൊട്ട് എഴയാൻ തുടങ്ങിയതാണ്. അവൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. അവൻ്റെ വീഴ്ചയിൽ ഈ ഭൂമി താണുപോയി. അവൻ്റെ വീഴ്ചയിൽ ഈ ഭൂമി വെള്ളം കൊണ്ട് മൂടിപ്പോയി. അവൻ്റെ വീഴ്ചയിൽ മനോഹരമായി ഭൂമി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. ഒരല്ലേ പറയണം. അവനൊരു വ്യക്തിയിൽ വീണാൽ, ഒരു കുടുംബത്തിൽ വീണാൽ, ഒരു കമ്പനിയിൽ വീണാൽ, ഒരു സ്ഥാപനത്തിൽ വീണാൽ വീഴുന്നിടം പാഴാകും, വീഴുന്നിടം ശൂന്യമാകും, വീഴുന്നിടം താഴും, വീഴുന്നിടം ഇരുട്ടുകൊണ്ട് മൂടും. ഹല്ലേലൂയ. പാസ്റ്ററെ എങ്ങനെ ജയിക്കും? ഒറ്റ മാർക്കും. അതിൻ്റെ മീതെ ആത്മാവ് പരിവർത്തിക്കണം. ആത്മാവ് മീതെ പരിവർത്തിച്ചാൽ ഉയർന്നു വരാത്തത് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ താണുപോയ പിശാച്, ഇഴഞ്ഞു കയറി താണുപോയ ചെറുതിനെ ദൈവം ഉയർത്തുന്ന രാത്രിയോ. ഹല്ലേലൂയ. താണ ഭൂമി പാഴായി, ശൂന്യമായി. പിശാച് പറഞ്ഞ് ഇനി ഒരിക്കലും പാഴ് മാറത്തില്ല, ഇനി ഒരിക്കലും ശൂന്യത മാറത്തില്ല, ഇനി ഒരിക്കലും ഇരുള് മാറത്തില്ല, ആയുസ് പൊങ്ങി വരത്തില്ല, ഇനി പുതിയൊരു മുളയുണ്ടാകത്തില്ല. പക്ഷേ അതിൻ്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ താണത് പൊങ്ങി, ഇരുള് മാറി, പാഴ് മാറി, പുതിയത് മുളച്ചു വന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ഇവിടെ പുതിയത് മുളച്ചു വരാൻ പോകുകയാ. നിന്നു പോയെന്ന് പറഞ്ഞ ഉണർവ്, ഓ ഹല്ലേലൂയ, ആത്മാക്കളുടെ വരവ് നിന്നെന്ന് പറഞ്ഞിടത്ത് ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ചിലത് മുളച്ചു വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവൂ. നിന്റെ കൂടാരത്തിൽ ഓ റബഷ് അഭിഷേകം പ്രാപിച്ചവർ ലജ്ജിച്ചിരിക്കാതെ ഈ രാത്രി ആധരം കൊണ്ടൊന്ന് ആരാധിച്ച് നിന്റെ കുടുംബത്തിന്റെ ശൂന്യത, തലമുറയുടെ ശൂന്യത ഈ രാത്രി ദൈവം മാറ്റുകയോ. ഹല്ലേലൂയ. ആ ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമിയിൽ പിന്നെ നീ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒന്നും തന്നെ മുളച്ചു വരും. അതത് തരം സസ്യങ്ങളും അതത് തരം വൃക്ഷങ്ങളും മുളച്ചു വന്നെങ്കിൽ ഇനി ഒരു മുള ഉണ്ടാകത്തിൽ നിന്റെ കുടുംബത്തെ നോക്കി പിശാച് പറഞ്ഞെങ്കിൽ ഈ പ്രാരംഭ രാത്രി പ്രവചിച്ചു പറയുന്നു, പുതിയ ചില മുളകൾ നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബത്തിൽ ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. പുതിയ ചില ദൈവം മുളപ്പിക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. രക്തത്താല്, വചനത്താല്, ആത്മാവിനാല് ഈ രാത്രി ജയമെടുക്കുകയാ. ഇനിയും പറയുന്നത് ശ്രദ്ധിക്കണം. ആ ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമിയിൽ നിന്ന്, പാഴായ ഭൂമിയിൽ നിന്ന് ഒരു പിടി പാഴ്മണ്ണെടുത്തു. ആ മണ്ണിന് ഒരു രൂപം കൊടുത്തു. ഏത് രൂപമെന്നറിയാമോ? പിതാവിൻ്റെ മടിയിൽ പ്രമോദിച്ച പുത്രന്റെ രൂപത്തിൽ മണ്ണുകൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് പുത്രന്റെ ശ്വാസം ആ മൂക്കിലേക്ക് ഊതിയപ്പോൾ ഉച്ചി മുതൽ കാല് വരെ മുഴുവൻ ഞാടി ഞരമ്പുകളിൽ ആ രക്തം പ്രവചിച്ചു. ഈ രാത്രി നിശ്ചലമായി കിടക്കുന്നതിനെ ആത്മാവിൻ്റെ ഒറ്റ ഊത്തൂതിയപ്പോൾ മുഴുവൻ ഞാടി ഞരമ്പുകളിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ജീവന്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ ഈ UAE സഭകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് ആ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ.
എന്നിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു, മനുഷ്യ, എഴയുന്നവൻ ഇവിടെ ഉണ്ട്, നീ അവനെ സൂക്ഷിച്ചോണം, അവന്റെ മീതെ നീ വാഴണം, അവൻ എഴയണം. എല്ലാരും പറഞ്ഞേ, നീ വാഴണം. അല്ല നീ ഹോളി വന്ന് താടിക്ക് കയ്യും കൊടുത്ത് ചത്തേ ചതഞ്ഞെന്നും പറഞ്ഞ് കുത്തിപ്പിടിച്ചിരുന്ന വെച്ച് പാനല്ല, 5 രൂപ ദിർഹംസ് സോദരകാഴ്ചയിട്ട് വെച്ച് പാനല്ല, നീ വാഴണം. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞേ, ഞാൻ വാഴുമെന്ന് പറഞ്ഞേ. ആത്മാവി പറയണം, പിശാച് കേൾക്കണം. ഈ രാത്രി എഴയുന്നവൻ കേൾക്കണം, ഞാൻ വാഴുമെന്ന് പറ. നീ ഇനി ഈ പട്ടണത്തിൽ വാഴത്തില്ലെന്ന് പിശാച് പറഞ്ഞെങ്കിൽ നീ ആത്മാവി പറ, ഞാൻ വാഴുമെന്ന് പറ. ഉദാരബല രക്തരാജ വൈഡമാനധീരജാല വക്ഷരേധികാരകൽക്കമന ഓ രക്തത്താലേ ജയം. ചുടമര കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തമ്പുരാൻ പറഞ്ഞു, നിന്നെ ഞാൻ മണ്ണുകൊണ്ട് പിടഞ്ഞ് എൻ്റെ ശ്വാസം മൂക്കിൽ ഊതിയത് എഴയുന്നവൻ്റെ കൂടെ എഴയാനല്ല. എഴയുന്നവൻ ഹല്ലേലൂയ പറഞ്ഞാലും എഴഞ്ഞായിരിക്കും പറയുന്നത്. എഴയുന്നവൻ ആരാധിച്ചാലും എഴഞ്ഞായിരിക്കും ആരാധിക്കുന്നത്. എഴയുന്നവൻ 6 മണിക്ക് നാട്ടിൽ വീട്ടിൽ നിന്ന് യോഗത്തിന് വരാൻ വിട്ടതാ, 8:30 ആയിട്ട് ഇവിടെ എത്തിയിട്ടില്ല. അവൻ എഴഞ്ഞേ വരത്തുള്ളൂ. സ്തോത്രം പറയണം. നിന്നെ വിളിച്ചത് എഴയാനല്ല, വാഴാനാ. നീ ഭവനത്തിൽ വാഴണം, നീ സഭയിൽ വാഴണം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്നെ സ്വർഗം വിളിച്ചത് വാഴാനാ. ഓ രക്തത്താലെ വചനത്താലെ ആത്മാവിനാലെ ജയമെടുക്കുക. ഈ രാത്രി ചില ആത്മാവിനെതിരായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളുടെ മേൽ നിന്റെ അഭിഷേകത്താൽ ഒരു ജയമെടുത്തുകൊണ്ട് ഹല്ലേലൂയ. ഞാന് ലോർഡ്സന്റെ കൂടെ സുരേഷ് ബാബു ബ്രദറിൻ്റെ സഭയിൽ വലിയ സഭയാണ് കേട്ടോ. 5 സെക്ഷൻ ആരാധന, 4 സെക്ഷൻ ലൈവായിട്ടുള്ള ആരാധനയും 1 സെക്ഷൻ സൂമിലൂടെയും. എനിക്ക് തോന്നുന്നു എഞ്ചിനീയർമാർ തന്നെ ഒരു 200ഓളം കാണും. പിന്നെ ADGP തൊട്ട് ഇങ്ങോട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വലിയ വലിയ ആളുകൾ, വലിയ സഭയാണ്. ഒരലിയ പറഞ്ഞേ. അവിടെ ശുശ്രൂഷിച്ച് ഞങ്ങൾ രണ്ടും കൂടെ അദ്ദേഹം പാടി, ഞാൻ പ്രസംഗിച്ചു. അത് കഴിഞ്ഞാണ് അപകടം പിറ്റേ ദിവസം ഉണ്ടാകുന്നത്.